Hello everyone, I'm Dia. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൺഡേ മോർണിംഗ് വ്ലോഗായിട്ടാണ്. നമ്മളെ കഴിഞ്ഞ വീഡിയോ ഇല്ലാത്ത അതിൻ്റെ മുന്നത്തെ വീഡിയോ വരെ ഒരു മോർണിംഗ് വ്ലോഗായിരുന്നു. ബട്ട് അത് ട്യൂഷനുള്ള ദിവസത്തായിരുന്നു. ഇന്ന് നമുക്ക് ട്യൂഷനൊന്നും ഇല്ല, സൺഡേ ആണ്. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ മദ്രസ പോവുകയാണ്. കുറച്ച് ക്ലിപ്പ് രാവിലെ എടുത്തിട്ടുള്ളൂ, പിന്നെയാണ് വീഡിയോ എടുക്കാമെന്ന് കാര്യമായിട്ട് ഐഡിയ കിട്ടുന്നത്. പിന്നെ ഒരു നീണ്ട ഉറക്കത്തിന് ശേഷം മദ്രസ പോയി വന്ന് ഉറങ്ങിയതാണ്. പിന്നെ 10 മണി ആയിട്ടില്ല, അതിന് കുറച്ച് മുന്നേക്ക് എണീച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കുമ്പോഴത്തേന് 10:15 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാൽച്ചായ കുടിക്കുകയാണ്. കാൽച്ചായ 10 മണിക്കാണോ ചോദിച്ചാൽ കാൽച്ചായ കുടിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചായ കുടിക്കില്ല കേട്ടോ, ഞാൻ വെറുതെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ ഒക്കെ ക്ലാസ് എടുത്തിട്ട് വീഡിയോ കാണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നട്ട്സൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ ഹൈലൈറ്റ് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഓഫറിന് കണ്ടപ്പോൾ ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് പിന്നെ നമ്മൾ പാട്ടിടാം. എന്താ വെച്ചാൽ കുഞ്ഞു ജോലികളുണ്ട്, പെട്ടെന്ന് തീർക്കുന്ന സമയം ഇപ്പോൾ തന്നെ ഏറെ വൈകിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടി വിയിൽ കുറച്ച് പാട്ടിടുകയാണ്. എല്ലാവർക്കും ഉണ്ടാവും ഈ അടിച്ചിടാൻ നേരത്തൊക്കെ പാട്ട് സെലക്ട് ചെയ്യുക. ചിലപ്പോൾ പാട്ട് സെലക്ട് ചെയ്യാനായിരിക്കും നമ്മൾ അടിച്ചതിനേക്കാൾ കൂടുതൽ സമയം എടുക്കുക. അങ്ങനെ നമ്മൾ പാട്ടിടുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ എൻ്റെ പേര് ഫാത്തിമ ദിയ, ഞാനിനി 10ക്കാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ലൈഫ് സ്റ്റൈൽ വ്ലോഗും അതേപോലെ തന്നെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെയാണ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഒരു സ്കൂൾ പഠിക്കുന്ന ആൾക്കാർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാനലാണ്. നിങ്ങളൊരു സ്കൂളിൽ പഠിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അത്രയും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ തന്നെ നമ്മൾ പാട്ടൊക്കെ ഇടുകയാണ്. ഞാൻ A.R. റഹ്മാൻ്റെ പാട്ടിൻ്റെ ഒരു അത്യാവശ്യം വലിയ ഫാനാണ്. എങ്ങനെ വെച്ചാൽ കുറച്ച് പഴയ സോങ്, ഒരു 10-20 കൊല്ലം പഴക്കമൊക്കെയുള്ള സോങ്ങുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എനിക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ആ സോങ് വിട്ട് ഞാൻ അടിച്ചു തരികയാണ്. ഏതാ സോങ് ഉണ്ടെന്ന് വെച്ചാൽ മറ്റേ ഇതില്ലേ, എന്താ പറയുക, മുസ്തഫ ആ സോങ് ഇട്ടാണ്ട് നമ്മൾ അടിച്ചു വരികയാണ്. അടിച്ചു വാരുകയെന്നൊന്നും പറയാനില്ല, അതിൻ്റെ മുന്നേ തന്നെ കുറേ പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ അടിച്ചു വാരുള്ളൂ. അങ്ങനെ നമ്മൾ സോങ്ങൊക്കെ ഇട്ട് എന്താണ് ഓരോ കുഞ്ഞു ജോലികൾ ചെയ്ത് തീർക്കുകയാണ്. എനിക്ക് ടി വി മീൻസ് യൂട്യൂബിൽ വീഡിയോസ് സോങ് ഇടാനുള്ള ഏറ്റവും വലിയ ദേഷ്യം എന്താ വെച്ചാൽ ഏത് നേരം പരസ്യം ഉണ്ടാവില്ല, കഴിഞ്ഞിട്ട് പാട്ടൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ ഇട്ട് ഒന്ന് കുറച്ച് ചില്ലായിട്ട് നമ്മളെ ജോലികളൊക്കെ തീർക്കുകയാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മളെ ഡെസ്ക് മേക്ക് ഓവർ എവിടെയാണെന്ന്. ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ എനിക്കും വളരെയധികം ആഗ്രഹമുണ്ട്. ബട്ട് എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ഐറ്റംസ് ഇപ്പോൾ കയ്യിൽ കിട്ടിയില്ല. ഇന്നലെ ഇപ്പോൾ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ മീഷോന്ന് ബുക്ക് ചെയ്തിട്ടുള്ള സംഗതി അടിപൊളിയാണ്. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇവിടെ അടുത്ത് വരും. അപ്പോൾ അത് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ അത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മണി പ്ലാന്റിൻ്റെ കുറച്ച് വള്ളികൾ വാങ്ങണം. വള്ളി മീൻസ് എന്താ പറയുക, നിങ്ങൾ വീഡിയോ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ആ സാധനം വാങ്ങണം. ആ സാധനം വാങ്ങാൻ വേണ്ടി നമ്മൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹൈലൈറ്റിലും പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു എന്താ പറയുക ചെടികളൊക്കെ കിട്ടുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് അവിടെ പോയപ്പോൾ 12 ബണ്ടൊക്കെ കൂടി കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വലിയ ഉണ്ടാവില്ലേ, അങ്ങനത്തെ 12 കിട്ടുള്ളൂ. കാരണം അത്ര തോനെ കിട്ടിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാല്ല, കാരണം പെര മൊത്തം നിറയ്ക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് വാങ്ങിയില്ല. പക്ഷെ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു, വാങ്ങണം വിചാരിച്ച്. ഇനിയിപ്പോൾ എന്താ വാങ്ങുന്നത് എനിക്കും ഒരു ഡൗട്ടാണ്. കാരണം ഇതുവരെ വാങ്ങിയിട്ടില്ല. ഇനി വാങ്ങണോ, ഇനി നാളൊക്കെ പോയിട്ടൊന്ന് വാങ്ങുകയാണെങ്കിൽ നോക്കാം. അപ്പോൾ വാങ്ങണം, എന്നിട്ട് അത് വെക്കണം. പിന്നെ ഫയർ ലൈറ്റ്സ് വെക്കണം എന്നുണ്ട്. ബട്ട് സാധനം എനിക്ക് കിട്ടുമെന്ന് അത്ര വലിയ ഉറപ്പില്ല. ഞാനങ്ങനെ പുറത്ത് പോകാത്ത ഒരാളാണ്, പുറത്ത് പോയി സാധനം ഒറ്റക്കൊന്നും വാങ്ങാറില്ല. ഞാനൊന്ന് ഇപ്പൻ്റെ കൂടെ പോകും, ഇപ്പം ഞാനോ അങ്ങനെ പോവുള്ളൂ. അല്ലാതെ ഞാൻ ഉമ്മൻ്റെ പുറത്ത് പോകില്ല, ഉമ്മ അങ്ങനെ പുറത്ത് പോയില്ല, ഞാനും അങ്ങനെ പുറത്ത് പോയില്ല. ഞങ്ങൾ ഇപ്പൻ്റെ ഒപ്പം തന്നെ പോലുള്ളൂ. അതുകൊണ്ട് എങ്ങനെ വലിയ ഐഡിയ ഒന്നുമില്ല, എവിടെ പോയി എങ്ങനെ പോയി എന്ന് വാങ്ങണമെന്നൊന്നും അറിയില്ല. എങ്ങനെയായാലും വാങ്ങിയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മളെ ഡെസ്ക് മേക്കോറിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത്ര വലിയ പൈസ മുടക്കിയുള്ള പരിപാടിയില്ല. പൈസ മുടക്കിയുള്ള പരിപാടി അല്ലാന്ന് പറയാം. കാരണം വെച്ചാൽ ഇപ്പോൾ മണി പ്ലാന്റ് വാങ്ങുകയാണെങ്കിൽ അതിന് പൈസ മുടക്കും, പിന്നെ നമ്മളെ പോസ്റ്റേഴ്സിന് പൈസ മുടക്കാം, വേറെ ഒരു പൈസ മുടക്കം അതിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ വെൽ തട്ടിക്കൂട്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇടണ്ട. പക്ഷെ എന്നാലും നമ്മളൊരു സ്റ്റുഡൻസിനൊക്കെ നമ്മളെ കയ്യിലുള്ള പൈസ വെച്ച് പോക്കറ്റ് മണി വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡെസ്ക് മേക്ക് ഓവറാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ മേശയൊക്കെ തട്ടിക്കൂട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ലിയൻ്റെ സാധനങ്ങളാണ് മേശയിൽ കാര്യമായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇന്നലെ പോയപ്പം കുറച്ച് ഷോപ്പിങ്ങിന് പോയപ്പം കുറച്ച് ബാഗ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു.
അപ്പം അതൊക്കെ എടുത്തേച്ച് ലിയൻ്റെ പെന്നും പെൻസിലൊക്കെ പരത്തി അങ്ങ് നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞാൻ ഓളെ കൊണ്ട് തന്നെ പെറുക്കിയെടുക്കാൻ വെച്ചാൽ പാട്ടൊക്കെ ഇട്ടാകുമ്പോൾ ഓളും ഒന്ന് ചില്ലായിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് പറഞ്ഞാൽ കേൾക്കൂല, ഇന്നെന്താ അറിയില്ല, ഓളൊക്കെ ചെയ്തു. പിന്നെ വീഡിയോ എടുക്കണോണ്ട് ഓൾക്ക് പ്രത്യേക ഒരു പുലിവുണ്ട്. അങ്ങനെ പിന്നെ കഴിഞ്ഞിട്ട് പിന്നെയും നാരങ്ങ കഴിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഫുള്ള് തീറ്റേനി. അപ്പോൾ എന്തൊക്കെ കഴിച്ചിട്ടില്ലേ, വത്തൊക്കെ കഴിച്ച്, പിന്നെ കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ നാരങ്ങ കഴിക്കണ്, അതുപോലെ നട്ട്സ് കഴിച്ച്, രാവിലെ ഒരു വേറെ ചായ കുടിച്ച്, ചായയില്ല ബിസ്ക്കറ്റൊക്കെ തിന്ന് ഫുള്ള് തീറ്റയായിരുന്നു. കാരണം ഞായറാഴ്ചയാണ്, അങ്ങ് തിന്ന് ആസ്വദിക്കുകയാണ്. കാരണം ട്യൂഷന് പോയാൽ അങ്ങനെ ഇരുന്ന് തിന്നാൻ പറ്റൂലല്ലോ. അപ്പോൾ തിന്ന് ആസ്വദിക്കുകയാണ്. സമയം 10:30 ആയിട്ടുണ്ട്. ബട്ട് പുറം കണ്ടാൽ ഇപ്പോൾ ഒരു 7 മണീൻ്റെ ഫീലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം മയക്കാറുണ്ട്, അത്യാവശ്യത്തിന് മയക്കാറുണ്ട്. പിന്നെ ഞാൻ അടിച്ചു തരാൻ വേണ്ടി പോകാൻ ഇറങ്ങിയപ്പോൾ ഉണ്ട് വെയിൽ വന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇനി വൈകുന്നേരം എപ്പോഴെങ്കിലൊക്കെ അടിച്ചു തരാമെന്ന്. അപ്പോൾ സമയം ഏകദേശം 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലിയ എൻ്റെ ഈ ഒരു ട്രോഫി, ഈ ഒരു സമ്മാനം എടുത്താണ്ട് ഇന്നലെ പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇത് എനിക്ക് പണ്ട് എന്തോ പെയിൻറ്റിങ്ങിന് കിട്ടിയതായിരുന്നു. എന്തോ ഒരു പെയിൻറ്റിങ്ങിന് എനിക്ക് വാട്ടർ കളറിന് എനിക്കെന്തോ സെക്കൻഡ് കിട്ടിയതായിരുന്നു. സ്കൂളിൽ നിന്നല്ല, പുറത്തുനിന്ന് ഓടി നോക്കിയാണ്. അപ്പം അതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഇന്നലെ ഒരു ഫോൺ കവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് 2 നെഗറ്റീവ് കമൻറ്റൊക്കെ കിട്ടിയൊരു വീഡിയോ ആണ്, ഞാൻ പിന്നെ പറയാം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ പരത്തിയിട്ടുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതുകൊണ്ട് പിന്നെ എടുത്തേക്കാനുള്ള നേരം ഉണ്ടാവില്ല, നേരം ഇല്ലാത്ത നേരത്തെ ചെയ്യേക്കാരും. സോ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ആ സാധനത്തിലും ചിലപ്പോൾ കാണാനുണ്ടോ. പക്ഷേ മാക്സിമം ഇനി കുറച്ച് ക്ഷമയൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് ക്ഷമ കുറച്ച് കുറവുള്ള കൂട്ടത്തിലുള്ളതാണ് ഞാൻ. എന്താ വെച്ചാൽ എനിക്ക് പെയിൻറ്റിങ്ങിനോട് ഇപ്പോൾ താല്പര്യമില്ലാത്തത് തന്നെയാണ്. എനിക്കിപ്പോൾ ഒക്കെ പെട്ടെന്ന് ചെയ്യണം എന്നുള്ളൊരു ഇതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മെല്ലെ ചെയ്യണമൊക്കെ ഞാൻ പെട്ടെന്ന് ചെയ്ത് കുളമാക്കി അങ്ങ് തരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ പരത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മളെ മേശൻ്റെ ഉള്ളിലേക്ക് തന്നെ സെറ്റാക്കി വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇന്നലെ പോയപ്പോൾ ഒരു യമണ്ടൻ ഫെവിക്കോളിൻ്റെ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ഇതുവരെയുള്ള ക്രാഫ്റ്റ് വീഡിയോസിലൊക്കെ ഫുള്ള് ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഫെവി ബോണ്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ല, ശരിക്കും ഒരു ഫെവി ബോണ്ടിൻ്റെ ആവശ്യമില്ല, ഫെവിക്കോൾ തന്നെ മതി. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലേനി, അതുകൊണ്ട് ഇനി ഫെവിക്കോൾ അടിപൊളിയാട്ടോ. കുറേ ആൾക്കാർ ചോദിച്ചു എവിടുന്നാണ് വാങ്ങിയത് അങ്ങനെയാണെന്നൊക്കെ. അതിന് ചെറിയൊരു 20 രൂപയൊക്കെ എന്തേ ഉള്ളൂ. സാധനം അടിപൊളിയാണ്. നമുക്ക് ഗ്ലൂ ഗണ്ണൊന്നും ഇല്ലാത്തവർക്ക് അടിപൊളിയാണ്, എനിക്കൊക്കെ അടിപൊളിയാണ്. പിന്നെ ഈ ഫ്ലെക്സ് ക്യൂക്ക് അറിയില്ലേ, അതും ഇതേപോലെ തന്നെയാണ്. ബട്ട് അതിങ്ങനെ ഒട്ടിച്ച് നമ്മൾ എന്താ വെച്ചാൽ എങ്ങനെ പറയാം, അതിങ്ങനെ ഒറ്റിച്ചാൽ ഇങ്ങനെ ഒലിക്കും. പക്ഷേ ഇത് ഒലിക്കൂല, ഇത് ഒരു അത്യാവശ്യം കട്ടിയിൽ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ അടിപൊളിയാണ്. മറ്റേ ഫ്ലെക്സ് ക്യൂക്ക് അറിയുമ്പോൾ നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളെ കയ്യിലൊക്കെ തട്ടി ഉരുകി, എനിക്കൊക്കെ കുറേ അനുഭവങ്ങളുണ്ട്. പടിയായി നല്ല ബോട്ടിൽ ആർട്ട് ചെയ്യുന്ന ആളൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഇതേപോലെ ചെയ്തിട്ട് എൻ്റെ മേത്തൊക്കെ ഒറ്റിയിട്ട് ഒന്നാകെ പൊള്ളിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഫെവി ബോണ്ട് അടിപൊളിയാണ്. ഇതങ്ങനെ ഒലിക്കൊന്നുമില്ല. ഒരു 4 പോലെ നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യില്ല, അതേപോലെ തന്നെയാണ്. ഒരു 4 പോലെ ഇങ്ങനെ വരും വലിച്ചാൽ. അങ്ങനെ നമ്മൾ അതൊക്കെ സെറ്റാക്കി നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മേശൊക്കെ ഏകദേശം വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മളിപ്പോഴത്തേക്ക് ഈ മേശൻ്റെ പോലെ എങ്ങനെയാണ്, ഇപ്പോഴും വലിയ ബോറൊന്നുമില്ല, സാധാരണയായിട്ടൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഇതിനേക്കാൾ കുറച്ചും കൂടി അടിപൊളി ആക്കണം എന്നുണ്ട്. ഡെസ്ക് മേക്ക് ഓവർ വീടും ഉറപ്പായിട്ടും വിടും, ഞാൻ എങ്ങനെ ആയാലും വിടും. ഞാനിപ്പോൾ തന്നെ വീഡിയോസൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അൺബോക്സ് ചെയ്യാണ്. ഒരു ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് അൺബോക്സ് ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. അങ്ങനത്തെ നമ്മുടെ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എത്രയാ പോസ്റ്റേഴ്സ് എന്ന് എനിക്ക് വലിയ കണക്കില്ല, പക്ഷെ എന്നാലും സാധനം കുറേ ഉണ്ട്. അതിൽ ചിലതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി, ചിലതല്ല അധികവും എനിക്കിഷ്ടമായി. ചിലതുണ്ട് ഒന്നിനും പറ്റാത്ത കുറേ എണ്ണം. കാരണം ചിലപ്പോൾ വെറും കളേഴ്സ് മാത്രം വാരി വിതറി, ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അതൊക്കെ തന്നെയാണ്. കുറേ കളേഴ്സ് മാത്രം ഇങ്ങനെ വാരി വിതറിയിട്ടുള്ളുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പോൾ ഒരു ഡബിൾ സൈഡ് ടാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ടാപ്പ് കുറേ കാലമായിട്ട് ഞാൻ അവിടെയും ഇവിടെയൊക്കെ തിരയിൽ തുടങ്ങിയിട്ട്, പക്ഷേ ഇപ്പോൾ ഏതായാലും ഇതിൻ്റെ ഒപ്പം എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സാധനം അടിപൊളിയാട്ടോ, ആ ടാപ്പ് അടിപൊളിയാണ്. അപ്പോൾ അത് പുറത്തൊക്കെ കിട്ടുമായിരിക്കും. അങ്ങനെ നമ്മളതൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ എവിടേക്ക് വരികയാണ്, താഴോട്ടേക്ക് തന്നെ വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ബെഡ്ഷീറ്റൊന്നും ഇതുവരെ നന്നാക്കിയിട്ടില്ല. അങ്ങനെ അതൊക്കെ നന്നാക്കുകയാണ്. ഈ കാണുന്ന ഈ ഒരു പെൻസിൽ ഗേജിനാണ് നമുക്ക് കുറച്ച്, എനിക്കങ്ങനെ ബാഡ് കമൻറ്റ്സ് വരാറില്ല, നെഗറ്റീവായിട്ടില്ല. പക്ഷേ ഇതിന് വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഇതാണ് എന്താ പറയുക അങ്ങനെ പറയണ്ട, എൻ്റെ സെലക്ഷനും നിങ്ങളുടെ സെലക്ഷനും വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞാൽ കുറച്ച് മിനിമലായിട്ട് അങ്ങനെ ഒന്നും ഓവറാക്കി ചളവാക്കാതെ കുറച്ച് ഒരു ചെറിയൊരു ഒരു തരം പിങ്കിഷ് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ആൾക്കാർക്ക് ഭയങ്കര കളർഫുൾ എന്താ പറയുക, ഒരു ക്രാഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ, ഒരു ആർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കളർഫുള്ളായിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഓരോന്ന് ഇഷ്ടമെന്ന് തോന്നുന്നു. ബട്ട് എനിക്കങ്ങനെയല്ല, എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഒരു മിനിമലായിട്ട് അങ്ങനെയാണ് എനിക്കിഷ്ടം.
ഇപ്പോൾ കേട്ടോ, പണ്ടൊന്നും അങ്ങനെയല്ല, അത് വേറെ കാര്യം. അപ്പോൾ എൻ്റെ പണ്ടത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ സാധനം ഇഷ്ടാവില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് ഇങ്ങനത്താണ് ഇഷ്ടം. ഭയങ്കര മിനിമലായിട്ട് ചെറിയ ഈസ്തെറ്റിക്കും ഒരു വിൻറ്റേജൊക്കെ വന്നിട്ട് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്. എനിക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനത്തെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഏതായാലും ഇനി ഞാൻ നിങ്ങൾക്ക് പറ്റുന്ന ടൈപ്പ് ഓഫ് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് എനിക്കൊന്നും പറയാമല്ലേ, കാരണം വെച്ചാൽ എൻ്റെ അടുത്തും ഉണ്ട് തെറ്റ്. ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്ത്, പിന്നെ എനിക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടൊക്കെ തന്നെയാണ്. അതൊക്കെ പറഞ്ഞ് അതൊക്കെ നിൽക്കട്ടെ. അങ്ങനെ നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങൾ കണ്ണൊക്കെ തുറന്ന് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഈ ചെങ്ങായിൻ്റെ ഇപ്പോൾ തുറന്നില്ല, ബാക്കി എല്ലാത്തിനും തുറന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ മാത്രമാണ്, എൻ്റെ വീട്ടിൽ പണ്ടൊന്നുമില്ല, ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടാണ് പൂച്ചകൾ കുടുംബമായി ജീവിക്കുന്നതാണ്. ഈ വൈറ്റ് പൂച്ച നേരത്തെ കണ്ടില്ല, അതാണ് ഈ പൂച്ചക്കുട്ടികളുടെ തള്ള. പിന്നെ ആ ഒരു ഓറഞ്ച് കണ്ടില്ല വലുത്, അത് ഇതിൻ്റെ അച്ഛനാണ്. പിന്നെ മറ്റേത് കണ്ടില്ലേ, ഒരു വേറെ നക്കി കൊടുത്തിങ്ങനെ ഒരു തരം കുറച്ച് ഡാർക്ക് കളറായിട്ടുള്ള, അതാണ് ഇതിൻ്റെ സിസ്റ്റർ എന്ന് പറയുന്നത്. ഇവർ എല്ലാവരും ഈ കുട്ടികളെ നോക്കും. അതേപോലെ തന്നെ ആ ഓറഞ്ച് പൂച്ചയായും അതിൻ്റെ മറ്റേ കുട്ടീനൊക്കെ നോക്കും, നക്കി കൊടുക്കും. വലിയ സ്നേഹവും സൗഹൃദമൊക്കെയാണ്. ഞാൻ ഇതുവരെ പൂച്ചകൾ ഇങ്ങനെ ഫാമിലി ആയിട്ട് ജീവിക്കുന്നത് കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിൽ ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാണ് വെറുതെ. അങ്ങനെ നമ്മളിതാ ഡ്രസ്സൊക്കെ മടക്കി വെക്കുകയാണ്. ഇതൊക്കെ ഇന്നലെ ഉച്ചക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവരെ മടിക്കച്ചില്ല. ഇമ്മച്ചി കുറേൻ്റെ വാക്കറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങ് നീട്ടി കൊണ്ടുപോയപ്പോൾ ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിവിടെ വെച്ചാൽ നല്ല കേൾക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് മടക്കി വെക്കുകയാണ്. കുറച്ച് ബെഡ്ഷീറ്റും അങ്ങനെ കുറേ ഐറ്റംസൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ മടക്കി വെച്ച് നമ്മൾ അടിച്ചു തരികയാണ്. സത്യത്തിൽ ഈ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫായി എടുത്തതാണ്. ബട്ട് ഞാൻ ഉച്ചയായപ്പോഴത്തേക്കും ഈ കാര്യം മറന്നുപോയി, ഫുഡ് കഴിക്കൊന്നും എടുത്തില്ലേന്. അതുകൊണ്ടാണ് ഇതൊരു ലോങ് വീഡിയോ ആക്കാഞ്ഞത്. അപ്പോൾ അങ്ങനെ അടിച്ചേരി ഇതൊക്കെ തീർക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ കുറച്ചുകൂടി പ്രൊഡക്റ്റീവൊക്കെ ആക്കണം, ഒക്കെ ശ്രമിക്കാം. അങ്ങനെ നമ്മൾ അടിച്ചേരി ഫുള്ള് കംപ്ലീറ്റ് ആക്കുകയാണ്. ഇനിയിപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ, എണ്ണ ഇട്ടുക, പോയി കുളിക്കുക, പിന്നെ ഫുഡ് കഴിക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.